ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമുക്കൊരു നാടൻ രീതിയിലുള്ള ഒരു ഉച്ചയൂണാണ്. ഇന്ന് ലഞ്ച് പ്രിപ്പറേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് തിങ്കളാഴ്ച എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയില്ലേ, അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അന്ന് ക്ലാസ് ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അവർ പുറത്ത് വെച്ചിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ചെയ്തതാണ് കേട്ടോ. പുറത്തൊരു ചെറുതായിട്ടുള്ളൊരു അടുപ്പൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി. അപ്പോൾ പുറത്ത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് സാമ്പാറാണ് ഉണ്ടാക്കാനായിട്ട് ഞാൻ പച്ചക്കറികളൊക്കെ നുറുക്കുകയാണ്. എല്ലാ പച്ചക്കറികളും ഇല്ല, ചില പച്ചക്കറികളൊക്കെ ഇതിൽ ഇല്ലാത്തതുണ്ട്. അപ്പോൾ ഉള്ള പച്ചക്കറികൾ വെച്ചിട്ട് നമുക്കൊരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കാം, നല്ല അടിപൊളി സാമ്പാർ ഉണ്ടാക്കാം. പിന്നെ എന്താ പറയുക, മീൻ വറുത്തതുണ്ട്. പിന്നെ കിളിമീനാണ് പല സ്ഥലങ്ങളിലും പറയാറ്. ഇവിടെ കോരമീൻ എന്നാണ് പറയാറുള്ളത്. പുതിയപ്പളക്കോര എന്നൊക്കെ പറയില്ല. അതിൻ്റെ ചെറിയ കുഞ്ഞു കുട്ടികൾ, അത് മുളകിട്ടതും. പിന്നെ ഒരു തേങ്ങാ ചമ്മന്തിയാണ് നമ്മുടെ ഉച്ചയൂണ്. അപ്പോൾ നാടൻ രീതിയിലായതുകൊണ്ട് തന്നെ മൺചട്ടിയിലാണ് കേട്ടോ ഇന്ന് സാമ്പാർ ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. മൺചട്ടിയിൽ വെക്കുമ്പോൾ അടി പിടിക്കുകയോ കരിഞ്ഞു പോകുമെന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മൾ കറക്റ്റായിട്ടത് ഇളക്കി കൊടുത്ത് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒന്നും ആവില്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ പച്ചക്കറികളൊക്കെ ഞാൻ അരിഞ്ഞിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്തിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ചോറ് ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. അത് ഊറ്റി വെച്ചതിന് ശേഷം നമുക്കിനി സാമ്പാറിനുള്ളത് പരിപ്പ് കഴുകിയതിന് ശേഷം ആദ്യം പരിപ്പൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് പിന്നെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മളെപ്പോഴും കുക്കറിലൊക്കെ അല്ലേ റെഡിയാക്കി എടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ചട്ടിയിൽ വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുത്ത് നോക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്തിട്ട് ഒന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കാം. നല്ല വെയിലാണ്, അതുകൊണ്ട് തന്നെ തീ ഇങ്ങനെ പാളുന്നുണ്ട്. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഉള്ള ആ ഒരു വെയിലിൻ്റെ ആയതുകൊണ്ട് കുറച്ച് ക്ലിയർ കുറവൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കാറ്റും അടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് തീ നല്ല പാറി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഞാൻ സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട്, മല്ലിപ്പൊടി, അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്തിട്ടുണ്ട്. സാമ്പാർ പൊടി വെക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ കഷ്ണത്തിലൊക്കെ സാമ്പാർ പൊടി നന്നായിട്ട് പിടിക്കും. ഇനി നമുക്കതിലേക്കുള്ള വാളമ്പുളിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിരാൻ വെക്കാം. ഇനി നമുക്ക് മീനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാണ് കോരമീൻ, കിളിമീൻ എന്ന് പറഞ്ഞില്ല, അതിൻ്റെ കുഞ്ഞു കുട്ടികൾ. അപ്പോൾ അയില പൊരിച്ചെടുക്കാനായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കത്തി കൊണ്ടല്ല ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്, കത്രിക കൊണ്ടാണ്. നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ കൈ മുറിയെന്നുള്ള പേടിയൊന്നും വേണ്ട. നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്രികയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തീരും. എൻ്റെ കയ്യിലുള്ള ഈ കത്രികക്ക് ഇത്തിരി മൂർച്ച കുറവാണ് കേട്ടോ, കുറച്ച് ചെറുതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാലും നല്ല രീതിയിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നല്ല ക്ലീനായിട്ട് നമുക്ക് മീൻ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് പൊരിക്കാനായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, മുന്നത്തെ പ്രീവിയസ് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് കാണാം. നമ്മുടെ ബിരിയാണി റെസിപ്പീസൊക്കെ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിലൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതിൻ്റെ കൂടുതൽ ചമ്മന്തി എന്ന് പറഞ്ഞാൽ തേങ്ങാ ചമ്മന്തിയാണ്. വെറുതെ കാന്താരി മുളകും ഉപ്പും തേങ്ങയും കൂടി ഇട്ടിട്ട് പിന്നെ സുർക്ക ഒഴിച്ചിട്ടുണ്ടായിരുന്നു, വിനാഗിരിയും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. തിങ്കളാഴ്ച നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് വേനൽ മഴ ഇതുവരെ പെയ്തിട്ടില്ല. വയനാട്ടിൽ ചില സ്ഥലങ്ങളിലൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങോട്ട് ഇതുവരെ പെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ചെറുതായിട്ട് മഴ മൂടി വരുന്ന ഒരു സമയമൊക്കെ ഉണ്ട്. ഇന്നലെയും പെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വ്യാഴാഴ്ച അല്ലേ, ഇന്നലെ ബുധനാഴ്ച വൈകിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ വാളംപുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് സാമ്പാറിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. വളംപുളി ഒഴിച്ചതിന് ശേഷം വേണം നമ്മൾ പിന്നെ വെണ്ടയ്ക്കയും വഴുതനയൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ നമ്മളധികം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെളിച്ചെണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി നന്നായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം മസാല തേച്ച് വെക്കാം, ഫ്രൈ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടിയും
പിന്നെ ഒരു തുള്ളി വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ചെറുനാരങ്ങ നീരും ചേർത്തിട്ടാണ് മസാലപ്പൊടി റെഡിയാക്കി എടുക്കുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പിന്നെ കിളിമീൻ നമ്മൾ തക്കാളിയും ഉള്ളിയും ഒന്നും ഇടാണ്ട് പച്ചമുളക് മാത്രം ഇട്ടിട്ട് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കൊടംപുളി ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. കിളിമീൻ അധികം വേവൊന്നുമില്ല, ജസ്റ്റ് ഒരു 5 മിനിറ്റ് അത്രയും മതിയാവും. അല്ലെങ്കിൽ അത് വെന്തലിഞ്ഞ് കയ്യിൽ കൊണ്ട് കോരി എടുക്കുന്ന സമയത്ത് ഉടഞ്ഞു പോകും. എന്നിട്ട് പിന്നെ നമ്മൾ വേവിച്ചെടുത്തതിന് ശേഷം പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു മുളക് കറി നമുക്ക് മീൻ കറി കഴിക്കാനായിട്ട്. ഇവിടെ പിന്നെ കൊടംപുളി ഇട്ടിട്ടാണ് അധികം മീൻ കറി വെക്കാറുള്ളത്. എനിക്ക് പക്ഷേ കൊടംപുളിയുടെ ആ ഒരു ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമല്ല, പക്ഷേ ഇക്കാക്ക് അങ്ങനെ വെക്കാൻ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തൊഴിക്കാം. നമ്മൾ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ കടുക് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പിലയും സാമ്പാർ പൊടിയും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. കായപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ആ കായപ്പൊടിയും കൂടി നമ്മൾ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിലാണ് സാമ്പാറിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി മീൻ പൊരിക്കാനുള്ള മസാലയും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മീനും കൂടി ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചോറ് വിളമ്പാവുന്നതാണ്. കേട്ടോ, പുറത്തു നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുന്ന വാഴയിലയിലൊക്കെ കഴിക്കുമ്പോൾ എന്താ പറയുക, നല്ലൊരു ഫീലായിരുന്നു. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കിളിമീൻ. ഇതുപോലെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനി എന്നിട്ട് നമ്മളിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കറി നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വാഴയിലയിലേക്ക് വിളമ്പാം. ചോറ്, സാമ്പാർ, അതുപോലെ കിളിമീൻ മുളകിട്ടത്, തേങ്ങാ ചമ്മന്തിയും പിന്നെ മീൻ പൊരിച്ചതും. അപ്പോൾ ഇതൊക്കെയാണ് മൺഡേ ഉച്ചയൂണിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.